ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവനെ മോളെ രാധമ്മ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല. രണ്ടുപേരും ഒരുപോലെ എന്റെ മക്കളാ. സത്യം പറഞ്ഞ ഞാൻ ഇന്നലെയാ അവന് മോളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഇത്രയും കൂടുതൽ മനസ്സിലാക്കുന്നത്. മോനെ എന്താടാ? നീ എവിടെ പോവാ? അത് ഞാനൊരു കാര്യത്തിന് വേണ്ടി. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. അത് കേട്ടിട്ട് നീ പോയാ മതി. ഒരു പിതാവിന് തന്റെ മകനോട് പറയേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷെ പറയേണ്ടതായ ചില സംഗതികൾ പറഞ്ഞല്ലേ പറ്റൂ. അമ്മ സ്നേഹം പഠിപ്പിക്കുന്നു, അച്ഛൻ ജീവിതം പഠിപ്പിക്കുന്നു, അധ്യാപകൻ അറിവ് പകരുന്നു. ഇങ്ങനെയാണല്ലോ ഒരാളുടെ വളർച്ച. ഞാൻ പഠിപ്പിച്ച ജീവിത പാഠങ്ങളിൽ എന്റെ കുഴപ്പം കൊണ്ടോ നീ പഠിച്ചതിന്റെ തകരാറുകൊണ്ടോ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതിലൊന്നാണ് ഹൃദയം തുറന്ന് പറയാനുള്ള മടി. മനസ്സിലുള്ള കാര്യങ്ങള് മറ്റുള്ളവരോട് സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ വെട്ടി തുറന്ന് പറയാതെ അത് മനസ്സിലിട്ട് പെരുപ്പിക്കും. ഒടുവിലതങ്ങ് വഷളാവുകയും ചെയ്യും. അല്ല, ഈ കുഴപ്പം എനിക്കുണ്ട്. സരസ്വതി മാഡവും ഞാനും കൂടി നിന്റെ കല്യാണം ഉറപ്പിച്ചത് രാധമ്മയോട് പറയാതെ അതങ്ങ് വഷളാക്കി. എത്ര നാളുകൊണ്ടാ ആ പ്രശ്നം പരിഹരിച്ചത്? അച്ഛൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിന്നോടിപ്പോ ഹൃതികമോട് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഞാൻ മാത്രമല്ല, നിന്റെ അമ്മയും കേട്ടു. ഒളിച്ചെന്ന് കേട്ടതൊന്നുമല്ല. എന്തായാലും കേട്ടതിപ്പോ നന്നായിന്നാ എനിക്ക് തോന്നണത്. അല്ല, നിന്നെ നിന്റെ അച്ഛനായ എനിക്കറിയാവുന്നിടത്തോളം മറ്റാർക്കും അറിയില്ല. അതങ്ങനെയാ. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ കൊച്ചിനോട് നിന്റെ ഉള്ളു നിറയെ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ പേര് പ്രേമമാണെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. പ്രേമമെന്ന് കേൾക്കുമ്പോ നിനക്ക് വലിയ പേടിയാ. ഏതോ കുഴപ്പം പിടിച്ച സംഗതിയാണെന്നാ നിന്റെ വിചാരം. അത് ചെറുപ്പം മുതലേ നിനക്കുണ്ടായൊരു തെറ്റിദ്ധാരണയാ. പ്രേമമെന്ന വികാരത്തെക്കുറിച്ച് മകനോട് വിശദീകരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഈ വലിയ വലിയ പഠിപ്പുകാരുടെ കൂടെ നടന്ന് കിട്ടിയ അറിവാ. പ്രണയത്തിലാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ. അതുകൊണ്ട് സ്വന്തം ഭാര്യയോടുള്ള പ്രണയം നിനക്ക് തുറന്നു പറഞ്ഞാലെന്താടാ? ആ കുട്ടി അതാ ആഗ്രഹിക്കുന്നേ. നിന്നെ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ആ കുട്ടി ഇവിടെ വന്നതും പഴയതുപോലെ നിന്നെ ബോഡി ഗാർഡായിട്ട് കണ്ടതുകൊണ്ടല്ല, ഭർത്താവായിട്ട് കണ്ടതുകൊണ്ടാ. അവള് നിന്റെ ഭാര്യയാണ്. അതാണ് ആദ്യം നീ ഓർക്കേണ്ടത്. സ്നേഹവും പ്രേമവും ഒക്കെ നിന്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് നിന്റെ മനസ്സിലേ ഉള്ളൂ. അത് തുറന്നു പറയാനും പ്രകടിപ്പിക്കാനുള്ളതാ. ഭാര്യ ഭർത്താക്കന്മാരായ പരസ്പരം നിറവേറ്റേണ്ടതായ അവകാശങ്ങളുണ്ട്. ആ കാര്യം നീ മറക്കുക. വർമ്മ സാറിനോട് നിനക്കുള്ള ആരാധന കാരണം മോളെ നീ അങ്ങനെ തന്നെ കാണണേ. ഒരുതരം ഭക്തിയോടെ. അത് ചിലർക്ക് ഉള്ളിലുണ്ടാവുന്നതാ. ഭാര്യയോട് ഭക്തി ഉണ്ടെങ്കിൽ ആയിക്കോ. പാൽപായസത്തിന് അല്പം മധുരം കൂടിപ്പോയതുകൊണ്ട് എന്താ കുഴപ്പം? പക്ഷേ ആ ഭക്തിയേക്കാൾ ഉപരി ഭാര്യയോട് പ്രകടിപ്പിക്കേണ്ടത് പ്രണയമാണ്. നീ ഇതുവരെ നിന്റെ ഭാര്യയോടത് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അല്ല,
കല്യാണം കഴിഞ്ഞ് കൂടെ ചേർന്ന പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കരുത്. അതുകൊണ്ട് പാർവതിക്ക് പരമേശ്വരൻ എന്ന പോലെ നീ മാത്രമേ ഉള്ളൂടാ അവൾക്ക്. നീ മാത്രം. ഇനിയെങ്കിലും മോളോട് നിന്റെ ഇഷ്ടം തുറന്നു പറ. ഇനിയെങ്കിലും ഒരു കുടുംബജീവിതം ഉണ്ടാവണം. കഷ്ടം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അച്ഛന്റെ ഗതികേട്. മോളെ മോളിത് കുടിക്ക്. വേണ്ട രാധമ്മേ. കുടിക്ക് മോളെ. ഐസൊന്നും ഇട്ടതല്ല. കുടിക്ക് കുടിക്ക് മോളെ. കുറച്ചു മുമ്പ് ഞാൻ ഈ ജ്യൂസുമായിട്ട് വന്നതാ. അപ്പൊ മോളും രാജുവും കൂടെ എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന കേട്ടു. അതാ ഞാൻ തിരികെ പോയത്. പനിക്ക് ധൈര്യ കുറവുണ്ട്. ഇപ്പൊ ചൂട് കുറവാ. അല്ല, രാജു ഇവിടെ പോയതാ? പറഞ്ഞില്ല. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ വരുമായിരിക്കും. എന്റെ മോളെ, ഇന്നലെ മുതൽ അവനുണ്ടായൊരു ടെൻഷൻ. മോക്ക് പനിയാണെന്ന് അറിഞ്ഞത് മുതല് അവന്റെ മോക്കും അങ്ങ് മാറി മോളെ. അവന്റെ നെഞ്ചിൽ തീയാണെന്ന് തോന്നിപ്പോ. ഭാര്യയ്ക്ക് പനി വന്ന ഇങ്ങനെ പേടിക്കുന്നൊരു ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. രാധമ്മ പറഞ്ഞത് ശരിയാ. രാജു എന്റെ അടുത്തുനിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. അതുമാത്രല്ല, രാത്രി ഉറങ്ങിയിട്ടുമില്ല. ഇവിടെ ആ കസേരയില് ഇരിക്കായിരുന്നു നേരം വെളുക്കും വരെ. അവനെന്റെ മകനായതുകൊണ്ട് പറയല്ല മോളെ. അവൻ ഒരു കളങ്കമില്ലാത്തവനാ. അവനെ മോളെ രാധമ്മ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല. രണ്ടുപേരും ഒരുപോലെ എന്റെ മക്കളാ. സത്യം പറഞ്ഞ ഞാൻ ഇന്നലെയാ അവന് മോളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഇത്രയും കൂടുതൽ മനസ്സിലാക്കുന്നത്. മോളെന്ന് വെച്ച അവന് ജീവനാ.